തൈറോയിഡ് ആർട്ടറി എംബലൈസേഷൻ ആൻഡ് അബ്ലേഷൻ പ്രൊസീജിയേഴ്സ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. ഇത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ കേശവ്. ഇന്ന് നമ്മൾ തൈറോയിഡിൻ്റെ മുഴയെ സർജറി അല്ലാതെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ തൈറോയിഡിൽ മുഴ വരുന്നത് ഇറ്റ്സ് എ വെരി കോമൺ പ്രോബ്ലം. അപ്പോൾ തൈറോയിഡിൽ നമ്മൾ കുറേ പേഷ്യൻസിനെ കാണും. ചിലർക്ക് ചെറിയ സ്വെല്ലിംഗ് ആയിരിക്കും, സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആഹാരം കഴിക്കുമ്പോഴായിരിക്കും നമുക്കത് മൂവിങ് ആയിട്ട് ഇവിടെ നെക്കിൽ കാണുന്നത്. ചില ആൾക്കാർക്ക് അത് നല്ല ഓബ്വിയസ് ആയിട്ട് വലിയൊരു മുഴയായിരിക്കും. ഇവർ സർജറി ചെയ്യാൻ പോവാത്തതിൻ്റെ മെയിൻ റീസൺ സർജറി ഒരു പേടിയാണ്. ഒന്ന് അത്. രണ്ടാമത്തത്, നമുക്ക് സർജറി ചെയ്യുമ്പോൾ നോർമൽ തൈറോയിഡും കൂടെ പോവും. അപ്പോൾ നമുക്ക് ഈ മുഴയെ മാത്രം ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് തൈറോയിഡ് അബ്ലേഷനും തൈറോയിഡ് ആർട്ടറി എംബോലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സും. ഇത് രണ്ടും ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു പ്രൊസീജിയേഴ്സാണ്. റൈറ്റ്. അപ്പോൾ നമ്മൾ നോർമലി തൈറോയിഡിൻ്റെ സർജറി ആയിട്ട് ചെയ്യുമ്പോൾ തൈറോയിഡിൻ്റെ മുഴയുടെ മാത്രം ബ്ലഡ് വെസലായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫുൾ തൈറോയിഡിൻ്റെ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ചെയ്തിട്ട് ആ ഫുൾ തൈറോയിഡാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ബട്ട് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ നമുക്ക് ഈ മുഴയെ മാത്രമായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ നീഡിൽ, ഇതുപോലെ ചെറിയ നീഡിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയും ചെറിയൊരു നീഡിലാണ്, ഹാർഡ്ലി ഒരു 1 മുതൽ 1.5 മില്ലിമീറ്റർ സൈസുള്ള ചെറിയൊരു നീഡിൽ. ഈ നീഡിൽ നമുക്ക് ലോക്കൽ അനസ്തീഷ്യ വെച്ചിട്ട് നെക്കിൽ ഇവിടെ ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് പേഷ്യൻറ്റ് കോൺഷ്യസ് ആയിരിക്കും. ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ ചെറിയൊരു നീഡിൽ വെച്ച് മുഴയുടെ അകത്ത് വെച്ച് മുഴയെ മാത്രം കരിക്കും. അപ്പോൾ ആ മുഴ കുറച്ച് ദിവസം ആകുമ്പോൾ അങ്ങനെ ചുരുങ്ങിപ്പോവും, അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവും. ബാക്കിയുള്ള നോർമൽ തൈറോയിഡ് ഗ്ലാൻഡ് അവിടെ തന്നെ ഉണ്ട്, നോർമലി ഫങ്ഷനിങ് ആണ്. അപ്പം നമുക്ക് തൈറോയിഡിനെ പ്രിസർവും ചെയ്യാൻ പറ്റും, ഇങ്ങനെ വരുന്ന നോഡ്യൂൾസിന് നമുക്ക് ട്രീറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോഡ്യൂൾസ് വരില്ല എന്നല്ല, ബാക്കി നോർമൽ തൈറോയിഡ് ഉണ്ട്. ഈ ഫസ്റ്റ് നോഡ്യൂൾ എങ്ങനെയാണോ നോർമൽ തൈറോയിഡിൽ നിന്ന് ഡെവലപ്പായി വന്നത്, അതേപോലെ ഫ്യൂച്ചറിലും നോഡ്യൂൾസ് വരാം. അങ്ങനെ വന്നാൽ അഗെയിൻ ഇതേപോലെ ചെറിയ സൂചി വെച്ച് നമുക്ക് അതിനെ കരിക്കാൻ പറ്റും. റൈറ്റ്. ലെറ്റ് അസ് സേ ഒരു പേഷ്യൻറ്റിന് കുറേ നോഡ്യൂൾസ് ഉണ്ട്, എൻറ്റയർ തൈറോയിഡ് വലുതായിട്ടുണ്ട്, വലിയൊരു ഇതാണെങ്കിൽ അതിൽ നമുക്ക് ഈ അബ്ലേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ പ്രാക്ടിക്കലി ഫീസിബിൾ അല്ല. ബിക്കോസ് കുറേ നോഡ്യൂൾസ് ഉള്ളത് കാരണം ഓരോരോ സ്ഥലത്തിൽ നമുക്ക് പ്രിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് തൈറോയിഡ് ആർട്ടറി എംബലൈസേഷൻ. അപ്പോൾ എങ്ങനെയാണോ ഈ ഫൈബ്രോയിഡ് നമ്മൾ യൂട്രീൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ ചെയ്യുന്നത്? എംബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ആയാലും രക്തക്കുഴലിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ അബ്നോർമൽ ആയിട്ടുള്ള നോഡ്യൂൾസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സിൻ്റെ ബ്ലഡ് സപ്ലൈ നമ്മൾ കട്ട് ഓഫ് ചെയ്യുമ്പോൾ ആ നോഡ്യൂൾസും ഫൈബ്രോയിഡ്സും ചുരുങ്ങും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർസാണ് അഗെയിൻ ഇതേപോലെ ഒരു ചെറിയൊരു 1 മുതൽ 1.5 മില്ലിമീറ്റർ അല്ലെങ്കിൽ മാക്സിമം 2 മില്ലിമീറ്റർ സൈസുള്ള ഈ ചെറിയ ട്യൂബ്സ് യൂസ് ചെയ്യും. ഈ ചെറിയ ട്യൂബ്സ് യൂസ് ചെയ്ത് ഈ അബ്നോർമൽ ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ട് അതിനേക്കാളും ചെറിയ ട്യൂബ്സ് ഉണ്ട്. ഇതിനാണ് നമ്മൾ മൈക്രോ കത്തീറ്റർസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ ട്യൂബ്സ് ഉണ്ട്. ഈ മൈക്രോ കത്തീറ്റർസ് വെച്ചിട്ട് നമുക്ക് ലെസ് ദാൻ 1 മില്ലിമീറ്റർ സൈസിലുള്ള അബ്നോർമൽ വെസൽസിൻ്റെ അകത്തും കയറിയിട്ട് അതിന് സാൻഡ് പോലെ ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് PVA പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ പറയും. അത് വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ അബ്നോർമൽ നോഡ്യൂൾസ് ആൻഡ് ബ്ലഡ് സപ്ലൈ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ വിത്ത് ടൈം ഈ നോഡ്യൂൾസ് എല്ലാം സ്ലോലി അങ്ങനെ ചുരുങ്ങി വരും. പുറത്ത് കാണുന്ന സ്വെല്ലിങ്സ് എല്ലാം ഡിസപ്പിയർ ആവും. അഗെയിൻ നോർമലായിട്ടുള്ള തൈറോയിഡ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഓപ്പൺ സർജറീസോ സ്കാറോ ഒന്നുമില്ല. ആൻഡ് ഇത് നമുക്ക് പ്രൊസീജിയർ ചെയ്തിട്ട് വിത്തിൻ 24 hours പേഷ്യൻറ്റിന് അവരുടെ നോർമൽ റുട്ടീൻ ലൈഫിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള തൈറോയിഡ് ആർട്ടറി എംബലൈസേഷൻ ആൻഡ് അബ്ലേഷൻ പ്രൊസീജിയേഴ്സ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. ഇത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും പേഷ്യൻസിന് ഇങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റിനെ ഒന്ന് കണ്ട് ഒരു ഒപ്പീനിയൻ എടുക്കാൻ പറയും. Future Ready Healthcare, trusted for generations. GG Hospital.